ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയെ ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് CPM-ഉം LDF. സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാര ലംഘനം നടത്താൻ CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് കൂട്ടുനിന്നത്. ആ അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്, അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? മാത്രമല്ല, ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തീർത്ഥാടനം പ്രതിസന്ധിയിലായത്. ഇപ്പോ പണ്ടുണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ 48 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എല്ലാ വർഷവും. അത് AK ആന്റണി സർക്കാർ വന്നപ്പോൾ അത് 82 ലക്ഷം രൂപയാക്കി മാറ്റി. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സർക്കാർ ആ പണം അവിടെ കൊടുത്തിട്ടില്ല. ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല, ഒരു പണവും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണ്. അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഘവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം.